PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ 18 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ SCERT ചാപ്റ്ററുകൾ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ്. പാഠപുസ്തകങ്ങളിലൂടെ 8ാം ക്ലാസ്സിലെ സാമൂഹിക ശാസ്ത്രം പുസ്തകത്തിൽ 1-2 അധ്യായങ്ങളിലെ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? ഡൽഹൌസി പ്രഭു. ഒരു രാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചാവകാശികളായി ആൺമക്കൾ ഇല്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് നിയമമേത്? ദത്തവകാശ നിരോധന നിയമം. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചാവകാശികളായി ആൺമക്കൾ ഇല്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് നിയമമേത്? ദത്തവകാശ നിരോധന നിയമം. ദുർഭരണം ആരോപിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമേത്? ഔധ് എന്നും പറയൂട്ടോ. ദുർഭരണം ആരോപിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമേത്? അവധ് അഥവാ ഔധ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തിയിൽ നിന്നുണ്ടായ കലാപം 1857 കലാപം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തിയിൽ നിന്നുണ്ടായ കലാപം 1857 കലാപം. 1857 കലാപം ആരംഭിച്ചതെവിടെ? ഉത്തർപ്രദേശിലെ മീററ്റ്. 1857 കലാപം ആരംഭിച്ചതെവിടെ? ഉത്തർപ്രദേശിലെ മീററ്റ്. മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചതാരെ? മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമനെ. മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചതാരെ? മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമനെ. ഏത് നാട്ടുരാജ്യത്തിലാണ് കലാപത്തിൽ 1.5 ലക്ഷം പേർ മരിച്ചതിൽ 1 ലക്ഷത്തോളം സാധാരണക്കാർ ആയിരുന്നത്? അവധ്. ഏത് നാട്ടുരാജ്യത്തിലാണ് കലാപത്തിൽ 1.5 ലക്ഷം പേർ മരിച്ചതിൽ 1 ലക്ഷത്തോളം സാധാരണക്കാർ ആയിരുന്നത്? അവധ്. 1857 കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്തായിരുന്നു? ഹിന്ദു മുസ്ലിം ഐക്യം. 1857 കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്തായിരുന്നു? ഹിന്ദു മുസ്ലിം ഐക്യം. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം? ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭഗത് ഖാനും. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം? ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭഗത് ഖാനും. ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭഗത് ഖാനും. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചതാരെ? ബഹദൂർ ഷാ രണ്ടാമനെ. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചതാരെ? ബഹദൂർ ഷാ രണ്ടാമനെ. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാടുകടത്തിയതാരെ? ബഹദൂർ ഷാ രണ്ടാമൻ. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാടുകടത്തിയതാരെ? ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറൽ ആരായിരുന്നു? ജനറൽ ഭഗത് ഖാൻ. ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറൽ ആരായിരുന്നു? ജനറൽ ഭഗത് ഖാൻ. താൻസിയിൽ 1857 കലാപം നയിച്ച ഭരണാധികാരി ആര്? റാണി ലക്ഷ്മിബായി. താൻസിയിൽ 1857 കലാപം നയിച്ച ഭരണാധികാരി ആര്? റാണി ലക്ഷ്മിബായി. കാൺപൂരിൽ 1857 കലാപം നയിച്ചവർ ആരെല്ലാം? നാനാ സാഹിബ്, താന്തിയ തോപ്പി. കാൺപൂരിൽ 1857 കലാപം നയിച്ചവർ ആരെല്ലാം? നാനാ സാഹിബ്, താന്തിയ തോപ്പി. കാൺപൂരിൽ കലാപം നയിച്ച മറാത്ത ഭരണാധികാരി ആര്? നാനാ സാഹിബ്. കാൺപൂരിൽ കലാപം നയിച്ച മറാത്ത ഭരണാധികാരി ആര്? നാനാ സാഹിബ്. നാനാ സാഹിബിൻ്റെ സൈനിക തലവൻ ആരായിരുന്നു? താന്തിയ തോപ്പി. നാനാ സാഹിബിൻ്റെ സൈനിക തലവൻ ആരായിരുന്നു? താന്തിയ തോപ്പി. ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ച പോരാളി ആര്? താന്തിയ തോപ്പി. ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറകൾ പ്രഖ്യാപിച്ച പോരാളി ആര്? താന്തിയ തോപ്പി. ലക്നൌവിൽ കലാപം നയിച്ച അവധിലെ ഭരണാധികാരി ആര്? ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൌവിൽ കലാപം നയിച്ച അവധിലെ ഭരണാധികാരി ആര്? ബീഗം ഹസ്രത്ത് മഹൽ. ബീഹാറിലെ ആരയിൽ കലാപത്തിന് നേതൃത്വം നൽകിയ ജഗദീഷ്പുരിയിലെ കർഷക പ്രഭു ആരായിരുന്നു? കൻവർ സിംഗ്. ബീഹാറിലെ ആരയിൽ കലാപത്തിന് നേതൃത്വം നൽകിയ ജഗദീഷ്പുരിയിലെ കർഷക പ്രഭു ആരായിരുന്നു? കൻവർ സിംഗ്. 1857 കലാപത്തിൻ്റെ പ്രധാന പരിമിതികൾ എന്തെല്ലാമായിരുന്നു? കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി. കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. കലാപകാരികളേക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടനാ മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു.
ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിന്നു. 1857 കലാപത്തിന്റെ പ്രധാന പരിമിതികൾ എന്തെല്ലാമായിരുന്നു? കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി. കലാപത്തിന് സംഘടിത നേതൃത്വമുണ്ടായിരുന്നില്ല. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിന്നു. 1857 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ട പ്രധാന ചലച്ചിത്രങ്ങളേവ? മോഹൻ സിൻഹയുടെ 1857, കേതൻ മെഹ്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, ക്രിഷ് ജഗർലാമുഡിയുടെ മണികർണിക, ദ ക്യൂൻ ഓഫ് താൻസി. 1857 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ട പ്രധാന ചലച്ചിത്രങ്ങളേവ? മോഹൻ സിൻഹയുടെ 1857, കേതൻ മെഹ്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, ക്രിഷ് ജഗർലാമുഡിയുടെ മണികർണിക, ദ ക്യൂൻ ഓഫ് താൻസി. 1857 കലാപം പശ്ചാത്തലമാക്കിയുള്ള മഹാശ്വേതാദേവിയുടെ നോവലേത്? താൻസി റാണി. 1857 കലാപം പശ്ചാത്തലമാക്കിയുള്ള മഹാശ്വേതാദേവിയുടെ നോവലേത്? താൻസി റാണി. 1857 കലാപം പശ്ചാത്തലമാക്കി അമൃതം തേടി എന്ന മലയാള നോവൽ രചിച്ചതാര്? മലയാറ്റൂർ രാമകൃഷ്ണൻ. 1857 കലാപം പശ്ചാത്തലമാക്കി അമൃതം തേടി എന്ന മലയാള നോവൽ രചിച്ചതാര്? മലയാറ്റൂർ രാമകൃഷ്ണൻ. ബഹദൂർ ഷാ രണ്ടാമൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ചെലുത്തിയ ശ്രദ്ധേയമായ സ്വാധീനങ്ങളേവ? ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഗവർണർ ജനറൽ എന്നതിനു പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. അപ്പോൾ 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ചെലുത്തിയ ശ്രദ്ധേയമായ സ്വാധീനങ്ങളേവ? ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഗവർണർ ജനറൽ എന്നതിനു പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ച ബംഗാളി സാഹിത്യകാരനാര്? ദീനബന്ധു മിത്ര. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ച ബംഗാളി സാഹിത്യകാരനാണ്? ദീനബന്ധു മിത്ര. നോബിൻ മാധബ്, ഗോലക് ചന്ദർ ബസു, സാധു ചരൺ എന്നിവർ ഏത് നാടകത്തിലെ കഥാപാത്രങ്ങളാണ്? നീൽ ദർപ്പൺ. നോബിൻ മാധവ്, ഗോലക് ചന്ദർ ബസു, സാധു ചരൺ എന്നിവർ ഏത് നാടകത്തിലെ കഥാപാത്രങ്ങളാണ്? നീൽ ദർപ്പൺ. ഏത് കർഷകർ നേരിട്ട ചൂഷണങ്ങളാണ് നീൽ ദർപ്പണിൻ്റെ പ്രതിപാദ്യം? ബംഗാളിലെ നീലം കർഷകർ. ഏത് കർഷകർ നേരിട്ട ചൂഷണങ്ങളാണ് നീൽ ദർപ്പണിൻ്റെ പ്രതിപാദ്യം? ബംഗാളിലെ നീലം കർഷകർ. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടു പകുതിയിൽ ഇന്ത്യക്കാർക്കിടയിൽ രൂപപ്പെട്ട ഐക്യബോധത്തിൻ്റെ അടിത്തറ എന്തായിരുന്നു? ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇന്ത്യക്കാർക്കിടയിൽ രൂപപ്പെട്ട ഐക്യബോധത്തിൻ്റെ അടിത്തറ എന്തായിരുന്നു? ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കൾ ആരെല്ലാമായിരുന്നു? ദാദാഭായ് നവറോജി, ആർ.സി. ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കൾ ആരെല്ലാമായിരുന്നു? ദാദാഭായ് നവറോജി, ആർ.സി. ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടതാര്? ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചതാര്? ദാദാഭായ് നവറോജി. പ്രസിദ്ധമായ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചതാര്? ദാദാഭായ് നവറോജി. പ്രസിദ്ധമായ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചതാര്? ദാദാഭായ് നവറോജി. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോകുന്നുവെന്ന നിരീക്ഷണം അവതരിപ്പിച്ച കൃതി ഏത്? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോകുന്നുവെന്ന നിരീക്ഷണം അവതരിപ്പിച്ച കൃതി ഏത്? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച കൃതി ഏത്? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച കൃതി ഏത്? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ച കാലഘട്ടം ഏത്? 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ. ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ച കാലഘട്ടം ഏത്? 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ.
ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനുള്ള കാരണങ്ങളേവ ബ്രിട്ടീഷ് മേന്മയെ ഉയർത്തിക്കാട്ടാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയമാക്കാനും തങ്ങളോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനും. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനുള്ള കാരണങ്ങളേവ ബ്രിട്ടീഷ് മേന്മയെ ഉയർത്തിക്കാട്ടാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനും. രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയാൻ ഇന്ത്യക്കാരെ സഹായിച്ചതെന്ത്? പാശ്ചാത്യ വിദ്യാഭ്യാസം. രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയാൻ ഇന്ത്യക്കാരെ സഹായിച്ചതെന്ത്? പാശ്ചാത്യ വിദ്യാഭ്യാസം. ദേശീയതയുടെ ആവിർഭാവ കാലത്ത് ബംഗാളി സാഹിത്യത്തിലെ പ്രധാന എഴുത്തുകാർ ആരെല്ലാമായിരുന്നു? ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ. ദേശീയതയുടെ ആവിർഭാവ കാലത്ത് ബംഗാളി സാഹിത്യത്തിലെ പ്രധാന എഴുത്തുകാർ ആരെല്ലാമായിരുന്നു? ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ. ലക്ഷ്മിനാഥ് ബസ്ബറുവ ഏത് ഭാഷയിലെ പ്രധാന എഴുത്തുകാരനായിരുന്നു? അസമീസ്. ലക്ഷ്മിനാഥ് ബസ്ബറുവ ഏത് ഭാഷയിലെ പ്രധാന എഴുത്തുകാരനായിരുന്നു? അസമീസ്. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ ഏത് ഭാഷയിലെ എഴുത്തുകാരനായിരുന്നു? മറാത്തി. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ ഏത് ഭാഷയിലെ എഴുത്തുകാരനായിരുന്നു? മറാത്തി. ദേശീയത ഉയർത്തിയ സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ എഴുത്തുകാരനായിരുന്നു? തമിഴ്. ദേശീയത ഉയർത്തിയ സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ എഴുത്തുകാരനായിരുന്നു? തമിഴ്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര പ്രേംചന്ദ് എന്നിവർ ഏത് ഭാഷയിലെ എഴുത്തുകാരായിരുന്നു? ഹിന്ദി. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര പ്രേംചന്ദ് എന്നിവർ ഏത് ഭാഷയിലെ എഴുത്തുകാരായിരുന്നു? ഹിന്ദി. അൽതാഫ് ഹുസൈൻ ഹാലി ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ്? ഉറുദു. അൽതാഫ് ഹുസൈൻ ഹാലി ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ്? ഉറുദു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? രാജാറാം മോഹൻ റായ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? രാജാറാം മോഹൻ റായ്. രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമേത്? സംബാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമേത്? സംബാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമേത്? മിറാത്ത് ഉൾ അക്ബർ. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമേത്? മിറാത്ത് ഉൾ അക്ബർ. ഏത് ഭാഷയിൽ പുറത്തിറങ്ങിയ പത്രമാണ് അമൃത് ബസാർ പത്രിക? ബംഗാളി. ഏത് ഭാഷയിൽ പുറത്തിറങ്ങിയ പത്രമാണ് അമൃത് ബസാർ പത്രിക? ബംഗാളി. ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചാരണായുധമായി കാണുകയും അവയെ നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ട നടപടി ഏതായിരുന്നു? നാട്ടുഭാഷാ പത്രനിയമം. ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചാരണായുധമായി കാണുകയും അവയെ നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ട നടപടി ഏതായിരുന്നു? നാട്ടുഭാഷാ പത്രനിയമം. നാട്ടുഭാഷാ പത്രനിയമം നടപ്പിലാക്കിയതാര്? ലിട്ടൺ പ്രഭു. നാട്ടുഭാഷാ പത്രനിയമം നടപ്പിലാക്കിയതാര്? ലിട്ടൺ പ്രഭു. ഇനി സൈനികരുടെ അസംതൃപ്തിയും 1857 കലാപവും. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നുവെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവുമാണ് നൽകിയിരുന്നത്. അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിൽ കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തു. അതിൻ്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവറുണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കും മുൻപ് ഈ കവർ കടിച്ചു കീറണം. ഇതൊന്നും നമുക്ക് PSC ബേസ്ഡ് ആയിട്ട് വരാനുള്ള ചാൻസ് ഇല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കട്ടോ. കവറിൽ പുരട്ടിയിരുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു തരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചാരണം സൈനികർക്കിടയിലുണ്ടായി. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തി. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബരക്പുരിയിലെ സൈനികനായിരുന്ന മംഗൽ പാണ്ഡെയാണ്. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൽ പാണ്ഡെയെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം. താങ്ക്